കർണാടകയിലെ ഉത്തര കന്നഡയിലുള്ള മുരുടേശ്വരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ഹൈന്ദവ ക്ഷേത്രമാണ് മുരുടേശ്വര ക്ഷേത്രം. അപ്പോൾ ഇതിന് മേളിൽ നിന്നുള്ളൊരു വ്യൂ ആണ് ഇപ്പം നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. മുരുടേശ്വര ക്ഷേത്രം കർണാടകയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അറേബ്യൻ കടലിന് സമീപമുള്ള കന്തുകഗിരി എന്ന ചെറിയ കുന്നിൻ മുകളിലാണ് ഈ ക്ഷേത്രത്തിൻ്റെ സ്ഥാനം. മുരുടേശ്വർ എന്നറിയപ്പെടുന്ന ശിവൻ ആണ് ക്ഷേത്രത്തിലെ മുഖ്യ പ്രതിഷ്ഠ. ഞങ്ങൾ പോയ സമയത്ത് നല്ല മഴയായിരുന്നു. മഴയുള്ള സമയത്തായിരുന്നു നമ്മൾ ഈ ഒരു ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത്. അപ്പോൾ നമുക്ക് അതിനുള്ളിലുള്ള കുറച്ച് കാഴ്ചകളുമൊക്കെ നമുക്ക് കാണാൻ പറ്റി. എന്തായാലും 37 മീറ്റർ ഉയരമുള്ള ഒരു ശിവപ്രതിമയ്ക്ക് ലോകത്തിലെ ഉയരമേറിയ ശിവരൂപങ്ങളിൽ വെച്ച് 2ാം സ്ഥാനമാണ് ഉള്ളത്. അപ്പോൾ നമ്മളിങ്ങനെ ക്യൂ ഒക്കെ നിന്നാണ് അകത്തോട്ട് ഉള്ളിലെ കാഴ്ചകളൊക്കെ കാണാനായിട്ട് പോയത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഐതിഹ്യം പറയുവാണെങ്കിൽ ത്രേതായുഗത്തിൽ നിന്ന് തന്നെ തുടങ്ങുകയാണ്. ദേവന്മാരെ പോലെ അനശ്വരനാകുവാൻ ലങ്കേശ്വരനായ രാവണൻ ആഗ്രഹിച്ചു. ദേവഗണങ്ങൾക്ക് അത് സാധ്യമായത് ശൈവപ്രീതിയായ ആത്മലിംഗത്തെ പൂജിക്കുന്നതുകൊണ്ടാണെന്ന് മനസ്സിലാക്കിയ രാവണൻ ആത്മലിംഗം സ്വന്തമാക്കാൻ ആഗ്രഹിച്ചു. അപ്പം തീവ്രമായ പ്രാർത്ഥനയിലൂടെയും പൂജകളിലൂടെയും പരമശിവനെ പ്രസാദിപ്പിക്കുവാൻ സാധിച്ച രാവണൻ ശിവൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ വരമായി ആത്മലിംഗം ആവശ്യപ്പെട്ടു. അപ്രകാരം ആത്മലിംഗം രാവണന് വരദാനമായി നൽകിയപ്പോൾ അത് ലങ്കയിലെത്തി യഥാസ്ഥാനത്ത് സ്ഥാപിക്കുന്നതുവരെ മറ്റൊരിടത്തും നിലത്ത് വയ്ക്കാൻ പാടില്ല എന്നൊരു കർശന നിർദ്ദേശവും നൽകിയായിരുന്നു. അപ്പം ഇതിനെ പ്രതികരിച്ചിട്ടുള്ള ശില്പങ്ങൾ അത് കൊത്തുപണിയിൽ അവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് അവിടെ ചെന്നാൽ കാണാനായിട്ട് സാധിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ആ മുരുടേശ്വറിൻ്റെ ഭംഗി മുഴുവൻ ആസ്വദിച്ചിട്ടുണ്ടായിരുന്നു. മുരുടേശ്വർ ക്ഷേത്രത്തിലെ കൂറ്റൻ പ്രവേശന കവാടമാണ് രാജഗോപുരം. അപ്പോൾ 20ലധികം നിലകളുള്ള ഈ രാജഗോപുരത്തിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് പരമേശ്വരൻ്റെ അത്ഭുതകരമായ ആ ഒരു പ്രതിമ കണ്ടാൽ ഭയങ്കര ഭംഗിയാണ്. അപ്പോൾ അത് മുകളിൽ നിന്നുള്ള വ്യൂ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ആ കടലിൻ്റെ ഭംഗിയൊക്കെ മുകളിൽ നിന്ന് നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റും. ഇനി 20ലധികം നിലകളുള്ള ആ ഒരു കെട്ടിടത്തിൻ്റെ മുകളിലാണ് നമ്മൾ കയറി നിന്നത്. ഇതിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ച ഭയങ്കര ആനന്ദകരമായിട്ടുള്ള നല്ലൊരു കാഴ്ചയായിരുന്നു. അപ്പം എല്ലാവരും ഈ ഒരു കാഴ്ച കാണുവാനായിട്ട് മുരുടേശ്വറിൽ എത്തുക. മഴ സമയത്തായതുകൊണ്ട് നല്ലൊരു അന്തരീക്ഷം കൂടിയായിരുന്നു അവിടെ. മഴ നനഞ്ഞ് നമ്മൾ ആ ഒരു ശിവൻ്റെ പ്രതിമയുടെ ഈ ഒരു ഗോപുരത്തിൻ്റെ മുകളിലൂടെയുള്ള കാഴ്ചകളുമൊക്കെ വളരെ നല്ലതായിരുന്നു. അപ്പം ഇത് കാണുവാനായിട്ട് നമുക്ക് കർണാടക വരെ പോയാൽ മതിയല്ലോ. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മുകളിൽ നിന്നുള്ള ആ കടലിൻ്റെ ഒരു വേറൊരു ഭംഗി കണ്ടോ, എന്ത് രസമാണെന്നറിയാം അത് കാണാനായിട്ട്. ആ ഒരു രാജഗോപുരത്തിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂസ് ഞാൻ കുറേ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പട്ടണത്തിൻ്റെ ഒരു ഭംഗിയും കടലിൻ്റെ ഭംഗിയും അതുപോലെ തന്നെ ആ ശിവപ്രതിമയുടെ ഭംഗിയൊക്കെ നന്നായിട്ട് നമുക്ക് മുകളിൽ കയറി നിന്നാൽ ആസ്വദിക്കാൻ പറ്റും. അപ്പം അടുത്ത ദിവസം നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. ശിവൻ്റെ പ്രതിമയൊക്കെ മുകളിൽ നിന്നുള്ള കാഴ്ച കണ്ടോ, നന്നായിട്ട് ഞാൻ ഇതിനകത്ത് എടുത്തിട്ടുണ്ട്. അപ്പം അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ശിവഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത ദിവസം നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം.